ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇന്ത്യൻ നടപടിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാന്റെ വെല്ലുവിളി ഇപ്പോൾ വന്നിരിക്കുകയാണോ? പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ പ്രദേശത്തെ 9 ഇടങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്നാണ് ഇതിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുകയാണ്. അതും പാകിസ്ഥാൻ പ്രതിനിധികൾ. ഇന്ത്യയുടെ നടപടിക്കെതിരെ തിരിച്ചടിക്കാൻ പാകിസ്ഥാന് അവകാശമുണ്ട് എന്നുള്ള വിഷയത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ത്യൻ നടപടിക്കെതിരെ പാകിസ്ഥാൻ ശക്തമായ മറുപടി നൽകിയിരിക്കും. മുഴുവൻ രാഷ്ട്രവും പാകിസ്ഥാൻ സായുധ സേനയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യും. ശത്രുവിനെ എങ്ങനെ നേരിടണമെന്ന് പാകിസ്ഥാനും പാക് സൈന്യത്തിനും വ്യക്തമായി അറിയാം. എതിരാളികളുടെ ദുഷ്ട ലക്ഷ്യങ്ങൾ വിജയിക്കാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല, ഷെഹ്ബാസ് ഷെരീഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ആക്രമണത്തോടുള്ള പ്രതികരണങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അത്തൗല്ല തരാർ പ്രതികരിച്ചിട്ടുണ്ട്. പാക് സൈന്യത്തിന്റെ പ്രതികരണങ്ങൾക്ക് പൗരന്മാരുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും. സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സമാധാനം ആഗ്രഹിക്കുന്ന ജനതയാണ് പാകിസ്ഥാനിലുള്ളത്. എന്നാൽ വെല്ലുവിളികളെ നേരിടാൻ അറിയാം. അതിനെതിരെ മുഴുവൻ രാഷ്ട്രവും പ്രതികരിക്കും. തുർക്കിയിലെ TRT വേൾഡിന് നൽകിയ അഭിമുഖത്തിൽ തരാർ വ്യക്തമാക്കിയതാണിത്. പ്രകോപനമില്ലാതെ ഇന്ത്യ യുദ്ധത്തിന് മുതിരുന്നു എന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പ്രതികരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നും പാകിസ്ഥാൻ ആരോപിച്ചിട്ടുണ്ട്. ഭീകരവാദം എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ പ്രാദേശിക സമാധാനം ഇല്ലാതാക്കുന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ്. ഇന്ത്യയുടെ നടപടി 2 ആണവായുധ രാഷ്ട്രങ്ങളെയും ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിക്കുകയാണെന്നും പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇന്ത്യയുടെ നടപടികളോട് UN ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 51 അനുസരിച്ചും അന്താരാഷ്ട്ര നിയമം അനുസരിച്ചും പ്രതികരിക്കാനുള്ള അവകാശം പാകിസ്ഥാന് ഇപ്പോഴുണ്ട്. പാകിസ്ഥാന്റെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇന്ത്യൻ തിരിച്ചടിയിൽ ഭയന്ന് പാക് പഞ്ചാബിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി മറിയം നവാസും രംഗത്ത് വന്നു. ഇന്ത്യൻ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാനും ഇപ്പോൾ ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞു. ഡോക്ടർമാരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും എല്ലാ അവധികളും റദ്ദാക്കുകയും ചെയ്തു. അവധിയിൽ പോയ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെയും തിരികെ വിളിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ആശുപത്രികളും രക്ഷാസേവനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തരാവസ്ഥ ഇപ്പോൾ പാകിസ്ഥാനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബഹവൽപൂർ, കൊട്ലി, മുസഫറാബാദ്, ബാഗ്, മുരീദ് കെ എന്നീ സ്ഥലങ്ങളിൽ ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചതിനു ശേഷമാണ് പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ 9 ഭീകര താവളങ്ങളാണ് ഇന്ന് പുലർച്ചെയോടെ ഇന്ത്യൻ സൈന്യം തകർത്തത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ജെയ്ഷെ, ലഷ്കർ താവളങ്ങളാണ് ഇന്ത്യൻ സേന തകർത്ത് തരിപ്പണമാക്കിയത്. സൈന്യം തകർത്ത ബാവൽപൂരിലെ ജെയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മുദ്രിക്കയിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട്. മുദ്രിക്കെ ഹഫീസ് സയ്യിദിന്റെ കേന്ദ്രമാണ്. റഫാൽ വിമാനങ്ങളിൽ നിന്നും മിസൈൽ തൊടുക്കുകയായിരുന്നു ആക്രമണം. ഇന്ത്യക്കെതിരായി അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന 2 കേന്ദ്രങ്ങളാണ് ബവൽപൂരിലും മുദ്രിക്കയിലും ഉള്ളത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായിരുന്നതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്തത്. ശക്തമായ തിരിച്ചടിച്ചുകൊണ്ട് ഇന്ത്യൻ സേന ഇന്ന് പുലർച്ചെ ഓപ്പറേഷൻ സിന്ദൂർ വിജയിക്കുകയും ചെയ്തു. നിരവധി തീവ്രവാദികളെ കൊലപ്പെടുത്താൻ സാധിച്ചുവെന്നും കേന്ദ്രം അറിയിച്ചു. എന്തായാലും ശക്തമായി പ്രതികരിച്ചതിലൂടെ മാത്രമാണ് ഇതിനൊരു തിരിച്ചടി നൽകാൻ സാധിക്കുകയുള്ളൂ. പഹൽഗാമിൽ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് വില കൽപ്പിക്കേണ്ട അത്യാവശ്യവും നമുക്ക് തന്നെയുണ്ട്. ജീവനും ജീവിതവും നഷ്ടപ്പെട്ട നിരവധി ആളുകൾ ഇപ്പോൾ കശ്മീരിലുണ്ട്. അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിന്റെ പ്രധാന ഉത്തരവാദികളായത് ഈ തീവ്രവാദികൾ തന്നെയാണ്. ഈ തീവ്രവാദികൾക്കെതിരെ ശക്തമായി പോരാടുക തന്നെയാണ് വേണ്ടത്. ഇന്ത്യൻ സേന അതിനുവേണ്ടി തയ്യാറായി കഴിഞ്ഞു. ഇന്ത്യൻ സേനയ്ക്കൊപ്പം ഇന്ത്യൻ ജനതകളും ഒപ്പം നിൽക്കുന്നു. പാകിസ്ഥാൻ ഏതു രീതിയിലും ഇന്ത്യയെ തിരിച്ചടിക്കാൻ ശ്രമിച്ചാലും, ഏതൊക്കെ തരത്തിൽ അവർ ആക്രമിക്കാൻ ശ്രമിച്ചാലും ശക്തമായി തന്നെ ഇന്ത്യൻ സേന ഒറ്റക്കെട്ടായി നിന്ന് പൊരുതുമെന്നുള്ളത് തീർച്ചയാണ്. ഇന്ത്യൻ സേന അതിന് ഏത് തരത്തിലുള്ള വില നൽകേണ്ടി വന്നാലും അതെല്ലാം നൽകാനും ഇന്ത്യൻ സേന തയ്യാറാകും. ഇന്ത്യൻ ജനതയുടെ സുരക്ഷതയ്ക്ക് വേണ്ടി, ഇന്ത്യൻ ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സർക്കാരും ഇപ്പോൾ ഒത്തുനിൽക്കുകയാണ്. പ്രതിപക്ഷം, ഇടതുപക്ഷം, വലതുപക്ഷം എന്നൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ ശക്തമായി പോരാടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ശക്തമായി പോരാടി തീവ്രവാദം പൂർണ്ണമായി അവസാനിപ്പിച്ച് ഇന്ത്യയും പാകിസ്ഥാനും സമാധാനപരമായി പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇനി പരിശ്രമിക്കേണ്ടത്.
അതിന് ഇരു രാജ്യങ്ങളും ചർച്ചകൾ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇരു രാജ്യങ്ങളിലുമുള്ള തീവ്രവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇരു രാജ്യങ്ങളും ഒരുപോലെ പരിശ്രമിക്കണം.